ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നല്ല സമയത്തെയും അവസരത്തെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ വിധത്തിലെങ്കിലും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ലഭിച്ച ഈ നല്ല സാഹചര്യത്തെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി പറയാം. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നല്ല ഒരനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്നത്. എന്നോടുള്ള ബന്ധത്തിൽ ആരും വന്നിട്ടുണ്ടാവില്ല. കാരണം ഈ ദൈവവചനം പറയുന്ന ഞാൻ ഒരു പ്രധാനപ്പെട്ട ആളെ അല്ല. ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ ആ ദൈവമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ നാളുകൾ വരെയും ഞാൻ ഒരത്ഭുതവും ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട വലിയ ദർശനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ആളെ അല്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് പ്രതീക്ഷയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അത്ഭുതവും കൊണ്ടുവന്ന് തരും. ആമേൻ. അതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഈ ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കൊണ്ട്. ആമേൻ. അതുകൊണ്ട് ഈ സമയം എല്ലാ വിധത്തിലും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സ്ഥലത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള ഈ വിലപ്പെട്ട അവസരം ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു. കഴിഞ്ഞ 2020 മാർച്ച് മാസത്തിലാണ് ആളുകളുടെ മുമ്പിൽ ധ്യാനം നടത്തിയത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ഇടവക പള്ളിയിൽ ധ്യാനം നടത്തുക. അതിവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ നാൾ ധ്യാനമൊന്നും ആളുകളുടെ മുമ്പിൽ ശീലമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ആളുകളുടെ മുമ്പിൽ നിൽക്കുക, ധ്യാനം പറയുക തന്നെ നമുക്കൊരു മടിയായി മാറി, പറ്റാത്തൊരവസ്ഥയായിട്ട്. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് നടക്കും. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ മുമ്പിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക, അത് നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ഒരു മടിയായി. ആളില്ലാത്തതാണ് നമുക്ക് സൗകര്യം. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വചനം കൊണ്ടുവരുമ്പോൾ ഈ വചനം നമുക്ക് തരുന്നത് ഒരു നല്ല ദൈവാനുഗ്രഹമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇവിടെ സമ്പന്നരുണ്ടാകാം, ഇടത്തരക്കാരുണ്ടാകാം, പാവപ്പെട്ടവരുണ്ടാകാം, വലിയവരുണ്ടാകാം, ചെറിയവരുണ്ടാകാം. പക്ഷെ എല്ലാവർക്കും ഈ ജീവിതം വിജയിക്കണമെങ്കിൽ വേണ്ട ഒരു കാര്യമാണ് തലയ്ക്ക് മുകളിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം. ആമേൻ. അതില്ലാതെ ഒരാളുടെ ജീവിതവും പച്ച പിടിച്ചിട്ടില്ല. ഒരാളുടെ ജീവിതവും അങ്ങ് അനുഗ്രഹമാകത്തില്ല. ചിലപ്പോൾ കുറച്ച് പണമൊക്കെ വന്നെന്നിരിക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് അസ്തമിച്ചു പോകും. അതിന് ഉദാഹരണമായി എൻ്റെ മനസ്സിലുള്ളൊരു സംഭവമാണ്. ആ സംഭവം എവിടുന്നോ കേട്ടതോ ആരെങ്കിലും പറഞ്ഞൊരു ഊഹാപോഹമോ അല്ല. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആളെ അറിയാം, മനസ്സിലറിയാം, കാണാം. നല്ല കഴിവുള്ള ഒരാൾ, സ്കൂളിൽ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ പഠിച്ച് മിടുക്കനായി മുന്നേറിയ ഒരാൾ. ആരും പറഞ്ഞിട്ടില്ല ഇവൻ രക്ഷപ്പെടാതിരിക്കില്ല, നല്ല നിലയിലെത്തുമെന്നാണ് എല്ലാവരും പ്രവചിച്ചത്. ടീച്ചർമാർ, സാറുമാർ ഒക്കെ എല്ലാവരും പഠിച്ചു, ഉന്നതമായ നിലവാരത്തിൽ ജോലി കിട്ടി, ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ നാടിനെ ഞെടുക്കുന്നൊരു വിവാഹവും നടന്നു. നടുക്കെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഭയങ്കരമായ ആഘോഷങ്ങളുടെ നടുവിലും സമ്പന്നരും പണവും എല്ലാം ഉള്ളതുകൊണ്ട്, ജോലിയും എല്ലാം ഉള്ളതുകൊണ്ട് നടന്നു. പക്ഷേ 21 ദിവസം അവർ ഒരുമിച്ച് ജീവിച്ചില്ല. 21 ദിവസം ഒരുമിച്ച് ജീവിച്ചില്ല. എല്ലാത്തിലും ജയിച്ച ഒരാളാണ്. എല്ലാ വിഷയങ്ങൾക്കും, പഠിച്ചതിനും പരീക്ഷ എഴുതിനും എല്ലാ സ്ഥലത്തും ടോപ്പായിട്ട് വന്ന ഒരാൾ. ജീവിതത്തിൽ മാത്രം ഒരു മാർക്കും കിട്ടിയില്ല. നമ്മൾ ജീവിതത്തിൽ മാർക്ക് കിട്ടാനാണ്, ജീവിതത്തിൽ വിജയിക്കാനാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കുറേയൊക്കെ ജയിക്കാം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത് ഞാനായാലും നിങ്ങളായാലും അതിന് ലോകത്തിൽ എത്രയോ വലിയ ആളാണേലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ദൈവവചനം കേൾവിയിലൂടെ നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി. വലിയ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളൊന്നും അല്ല ഇനി ആവശ്യം.
അതൊക്കെ കേവലം ഒരു സാക്ഷ്യമായിട്ടൊക്കെ പോയി. ആളുമില്ല, അർത്ഥമില്ല, ഒന്നും കാണാൻ പോലും ഇല്ല. അവരെ വലിയ സാക്ഷ്യം പറഞ്ഞവരെ ഒന്നും കാണാനേ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ കാണാനോ രോഗസൗഖ്യങ്ങൾ കാണാനോ കഴിഞ്ഞില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ കടുകുമണിയോളം ഒരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിലയുറപ്പിച്ചാൽ അത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അത് മാത്രം സംഭവിച്ചാൽ മതി. ദൈവവചനം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷ പോലും ആവശ്യമില്ല. കാരണം ഈ വചനം ഒരാളെ സുഖപ്പെടുത്താൻ കഴിവുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനല്ല, ഈ വചനം സുഖപ്പെടുത്തും. ഇനി വചനം പറയുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലാണോ തടസ്സം മാറുന്നത്? ഞാൻ ഇന്ന് വരെ ആരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് തടസ്സം മാറിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച അനേകരുടെ തടസ്സങ്ങൾ ദൈവവചനത്തിലൂടെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദേവാലയത്തിലും ഇത് എവിടെയിരുന്ന ആളുകൾ കേൾക്കുന്നുണ്ടോ ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ അല്പസമയം ദൈവത്തിൻ്റെ വചനം ഒരു ബ്രേക്കിന് മുമ്പ് കേൾക്കുന്ന വചനമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വളരെ സുപരിചിതമാണിത്. പക്ഷെ ദൈവത്തിൻ്റെ ഈ ബൈബിളിലെ ദൈവം എന്താണെന്ന് അറിയണം. മനുഷ്യർ കുറേ ദൈവത്തെ പരിചയപ്പെടുത്തിയ രീതികളുണ്ട്. ബൈബിളിലെ ദൈവത്തിൻ്റെ പ്രത്യേകത നോക്കണം. ഒരു ദിവസം ഏലിയായോട് ദൈവം പറയുവാണ്, നീ സറേഫാത്തിൽ പോയി താമസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയ പ്രവാചകനോട് ദൈവം പറയുവാണ്, നീ സറേഫാത്തിൽ പോയി താമസിക്കുക. അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ അത്ഭുതമാണ്. ഇത് എവിടെയാണ് സ്ഥലം? എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഒന്നും അറിയത്തില്ല. എന്നിട്ട് ദൈവം പറയുവാണ്, അവിടെ ഒരു സ്ത്രീയും ഒരു കൊച്ചും അവിടെ ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ കരുതൽ. നമ്മളെ അത്ഭുതപ്പെടുത്തും. ഏലിയ പ്രവാചകൻ ഇങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചോ ഇങ്ങനെ ഒരു കൊച്ചിനെക്കുറിച്ചോ അറിയത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞു കേട്ടിട്ട് ഏലിയ സറേഫാത്തിൽ ചെന്നപ്പം അവിടെ വിറക് പെറുക്കുന്ന ഒരമ്മയെയും കുഞ്ഞിനെയും കണ്ടു. അവരെ കണ്ടപ്പോഴേ ഏലിയ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചത്, എനിക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു വലിയൊരു കാര്യം അവർ പറയുന്നത്. വെള്ളം കുടിക്കാൻ തരാം എന്ന് പറഞ്ഞപ്പം വെള്ളമെടുക്കാൻ പോയപ്പം പ്രവാചകൻ പറഞ്ഞു, എന്തായാലും വെള്ളമെടുക്കാൻ പോവല്ലേ, വീട്ടിലുള്ള മാവ് കുഴച്ച് ഒരപ്പം ഉണ്ടാക്കി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഒരപ്പം, ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീ, വെള്ളമെടുക്കാനും പോയ ആ സ്ത്രീ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകെ കുറച്ച് മാവും കുറച്ച് എണ്ണയും ഇരിപ്പുണ്ട് വീട്ടിലെ പാത്രത്തിൽ. അതിന്ന് കുഴച്ച അപ്പം ഉണ്ടാക്കിയിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനിരിക്കുവാന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം ഏലിയ പ്രവാചകനെ ആ സമയത്ത് ഈ സ്ത്രീയുടെ അടുത്തേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പം അവർ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോയേനെ, മരിച്ചു പോയേനെ. ദൈവം എവിടെയാ, ഏത് സമയത്താ പ്രവാചകനെ അവിടെ കൊണ്ടുവന്നെന്നറിയാവോ? അവരുടെ യോഗ്യതയോ ഗുണമോ പരിഗണിക്കാതെ അങ്ങനെ ഒരു മരണം അവിടെ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു തകർച്ച ഈ വ്യക്തികൾക്കുണ്ടാകാതിരിക്കാൻ, അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ പ്രവാചകനെ അവിടെ കൊണ്ടുവന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മനോഹരമായ ഡ്രസ്സ് ധരിച്ചവരും സന്തോഷത്തോടെയൊക്കെ ഏകദേശം ഇരിക്കുന്നവരുമാണ്. എനിക്കറിയില്ല നിങ്ങളുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന്. പക്ഷേ അതറിയുന്ന ദൈവം ഏലിയ പ്രവാചകനെ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഏറ്റവും ശക്തമായൊരു വചനമായിരിക്കും നിങ്ങളുടെ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം അയക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നും നിസ്സാരമല്ല. എല്ലാ വർഷവും ധ്യാനം നടക്കുന്നതാണ്, അടുത്ത വർഷവും നടക്കും, ഈ ലോകാവസാനം വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
നമ്മുടെ മരണം വരെയും എല്ലാ വർഷവും നമ്മൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കണം, ദൈവം ഓരോ സമയത്തും ഓരോ വചനം അയക്കുന്നത് തകർന്നു പോകേണ്ട സ്ഥാനത്ത് തകർന്നു പോകാതിരിക്കാനാണ്, നശിച്ചു പോകാതിരിക്കാനാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ദൈവം എങ്ങനെയാ അറിഞ്ഞത് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുവാണെന്ന്? ആ സ്ത്രീ അതിനു മുമ്പ് പ്രാർത്ഥിച്ചതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അല്പം വിറക് പെറുക്കാൻ ആ സ്ഥലത്ത് ചെന്നു, സറേഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു എന്നേ ഉള്ളൂ. പക്ഷെ മരിക്കാനിരിക്കുവാണെന്ന ഹൃദയത്തിൻ്റെ വിചാരം ഏലിയാ പ്രവാചകർ പോലും അറിയില്ലായിരുന്നു. ഈ സ്ത്രീയുടെ മനോദുഃഖം ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്, നമ്മുടെ മനോദുഃഖങ്ങൾ പോലും ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ദൈവം അത് മനസ്സിലാക്കും. ചില സമയത്ത് നമ്മൾ ഏറ്റവും പൊട്ട തീരുമാനങ്ങൾ എടുക്കും. പോയി ചത്താലോ എന്ന് ചിന്തിക്കും. ചില പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കെട്ടിത്തൂങ്ങി അങ്ങ് ചത്താലോ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചാലോ എന്ന് ചിന്തിക്കും. മരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് നെഞ്ചിനിട്ട് അടിക്കും. അത് നമ്മുടെ ചില പൊട്ട തീരുമാനങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ പോലും അറിയാതെ ഏതൊക്കെയോ വിധത്തിൽ നമ്മൾ നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ദൈവം ഏലിയ പ്രവാചകനെ അയച്ചു. അപ്പോൾ അവളുടെ സ്ഥിതി വളരെ മോശമാണ്. ആത്മഹത്യയുടെ വക്കിലാണ്. നിമിഷങ്ങൾക്കകം മരിക്കാനിരിക്കുകയാണ്. അതും ആത്മഹത്യ ചെയ്യാനായിരിക്കുന്നത്. പക്ഷേ ഈ വചനത്തിൽ നോക്കിക്കേ, ഏലിയായിലൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പം അവരുടെ അവസ്ഥയെ ദൈവം മാറ്റിയെടുത്തു. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പാട്ട് കേൾപ്പിക്കാനോ ഒരു തമാശ കേൾപ്പിക്കാനോ ഒരു കഥ കേൾപ്പിക്കാനോ ഒന്നുമല്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഈ കേൾക്കുന്ന വചനത്തിലൂടെ മാറണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഒരുപക്ഷെ നിങ്ങൾ ആകെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണും, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നൊരവസ്ഥ കാണും, സങ്കടമുള്ളൊരു മനോദുഃഖം കാണും. ദൈവം ഈ വചനം നിങ്ങളെ അയക്കുന്നത് ഈ അവസ്ഥയിൽ തുടരാനല്ല. അടുത്ത വചനം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ആത്മഹത്യ ചെയ്യാനിരുന്ന സ്ത്രീ 17-ാം അധ്യായത്തിൻ്റെ അവസാനം ആത്മഹത്യ ചെയ്തു എന്നല്ല എഴുതിയിട്ടുള്ളത്. അവൾ പറഞ്ഞായിരുന്നു, എൻ്റെ വീട്ടിലാകെ അല്പം മാവും കുറച്ച് എണ്ണയും ഉള്ളൂ. അപ്പൊ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അവസാനം എന്നറിയോ? അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല. സാഹചര്യത്തെ ദൈവം മാറ്റി. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഏതു സാഹചര്യത്തെയും ദൈവത്തിന് മാറ്റും. ദൈവത്തിന് മാറ്റാൻ പറ്റും. ഏതവസ്ഥയായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ഇതേപോലുള്ള പല സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. ഞാനിതൊരു ആമുഖമായി നിങ്ങളോട് പറഞ്ഞതാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ കയറും. അതിനു മുമ്പൊരു ആമുഖം പോലെ ഈ വചനം പറഞ്ഞതാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. അവസ്ഥ മാറണം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പല കുടുംബങ്ങളുടെയും അവസ്ഥ പുറമേ മറ്റുള്ളവർ കാണുന്ന പോലെയല്ല. വേറെ ആരോടും പറയാത്ത പല ദുഃഖങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ട്. പല അസ്വസ്ഥതകളും നമ്മൾ മൂടി വച്ചിരിക്കുകയാണ്. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ലോകത്തിലെ ആരോട് പറഞ്ഞാലും അതിനൊരു പരിഹാരമാവത്തുമില്ല. നമ്മുടെ അവസ്ഥ കണ്ട് ചിരിക്കാൻ നോക്കി നിൽക്കുന്നവരാ പുറത്ത് മുഴുവൻ. നമ്മുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് അയ്യോഭാവം പറയാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അവസ്ഥ മാറ്റി അനുഗ്രഹമുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കാൻ പോകുന്നത്, പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, ആശ്രയിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകനെ ദൈവം കൊണ്ടുവന്നത് തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളുടെ ജീവിതത്തിലേക്കാണ്. ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളെല്ലാവരെയും കുറിച്ചാണ്.
നമ്മളെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. നമ്മൾ നശിച്ച് കാണാൻ മനുഷ്യരാഗ്രഹിക്കുന്നുണ്ടാവും, കൂടപ്പുറപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവും, ബന്ധുക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ നശിച്ച് കാണണം. ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ പറയുന്നത്, അവനൊന്ന് തകർന്ന് കാണണം എനിക്ക് മരിക്കുന്നതിന് മുമ്പ്. ഒരു മനുഷ്യൻ ദേഷ്യത്തിൽ പറയാണ്, അവൻ നശിച്ചത് കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കുള്ളൂ. അതായത് മനുഷ്യരിങ്ങനെ ദുഷ്ടതയൊക്കെയുള്ള മനുഷ്യരുണ്ട്, നശിച്ച് കാണണമെന്ന. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം നോക്ക്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. അവിടെ ഏത് പ്രശ്നത്തിൽ ഈ വചനം കേൾക്കാൻ നിങ്ങളോട് ഇരിപ്പുണ്ടോ, അത് നിങ്ങൾ എൻ്റെ അടുത്ത് തരരുത്. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. നിങ്ങളുടെ അവസ്ഥയെ ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ ദൈവം മാറ്റി നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളൊരു അത്ഭുതത്തെ കാണാനിടവരും. നിങ്ങളൊരു അത്ഭുതത്തെ കാണാനിടവരും. ഇവിടെ അത്ഭുത പ്രവർത്തകരൊന്നും ഈ അൾത്താരെ ശുശ്രൂഷ ചെയ്യേണ്ടവരില്ല. അത്ഭുത പ്രവർത്തകരെ ഒന്നും ക്ഷണിച്ചു വരുത്തി അത്ഭുതങ്ങൾ ചെയ്യാനുള്ളവരൊന്നും ഇവിടെ വരേണ്ടവരില്ല. നിങ്ങൾ തന്നെ അത്ഭുതങ്ങൾ കാണുന്നവരായി മാറും. നമുക്കൊരു നിമിഷം ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഇപ്പോൾ കേട്ട അവസ്ഥയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച്, എൻ്റെ അവസ്ഥ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഒരുപക്ഷെ ഇപ്പോൾ, പക്ഷെ എൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന്, ഞാനൊരു ആമുഖം പോലെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒറ്റയൊരു ക്ലാസ് ഒരുമിച്ചെടുക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ദൈവവചനം കേൾക്കുവാനിരിക്കുന്നവരെ, ഒരു വിധവയുടെ അടുത്തേക്ക് ഏലിയ പ്രവാചകനെ ദൈവം കൊണ്ടുവരുമ്പം ആ വിധവയുടെ അവസ്ഥ ഏലിയ പ്രവാചകൻ അറിയില്ലായിരുന്നു. പക്ഷേ അയച്ച ദൈവത്തിന് അറിയായിരുന്നു ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. അവർ ആത്മഹത്യയുടെ വക്കിലാണ്, പട്ടിണിയിലാണ്, ദുഃഖത്തിലാണ്, മനോദുഃഖത്തിലാണ്, തകർച്ചയുടെ ആ ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അവരുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് ഏലിയ പ്രവാചകൻ അറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു. വിശ്വാസത്തിൽ ഈ കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവത്തിനറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ദൈവത്തിനറിയാം നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ എന്തു ചെയ്യണമെന്നും. അങ്ങനെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ അത്ഭുതങ്ങളെ കാണാനിടവരുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. എന്റെ അവസ്ഥ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം, എന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിവുള്ള ദൈവം, എന്റെ അവസ്ഥകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിവുള്ളവനായ ദൈവം. അല്പം കൂടി സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണം, പരിശുദ്ധാത്മാവേ സഹായിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് ലൈൻ നമ്മൾ ചേർന്ന് പാടുകയാണ്. ആഴത്തിൽ എന്നോട് ഇടപെടണം, ആഴത്തിൽ എന്നോട് ഇടപെടണേ. ഈ കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കാമോ? ആത്മാവിൽ എന്നോട് ഇടപെടണേ.